ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഓവർസിയർ എക്സാംസിന് വേണ്ടിയിട്ട്, അതായത് 12th ഓവർസിയർ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ലൈവ് സീരീസിന്റെ 4th എപ്പിസോഡാണിത്. 3 എപ്പിസോഡ്സ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും ഒക്കെ ആ എപ്പിസോഡ്സ് വാച്ച് ചെയ്യാൻ, ലൈവായിട്ട് വാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുവരെ വാച്ച് ചെയ്യാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എൻട്രി ടെക്നിക്കൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അതിന്റെ വീഡിയോസ് ഉണ്ട്. മാത്രമല്ല, നമുക്ക് ഇനി വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 1-നും അതുപോലെ തന്നെ നമ്മുടെ AE എക്സാംസിനും ഒക്കെ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സസും നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും, അതായത് അബൌട്ട് ദ ന്യൂ ക്ലാസ്സസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്കൊക്കെ കിട്ടും. ഗുഡ് ഈവനിങ് ഓൾ ആൻഡ് വെൽക്കം ടു ദ സെഷൻ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ ആൻഡ് വെൽക്കം ടു ദ സെഷൻ. നോക്കാം. The aggregate crushing value of coarse aggregate, which is used for making concrete, which in turn is used for the purpose other than wearing courses, should not exceed. അതായത് ക്രഷിംഗ് വാല്യൂ ഉണ്ട്, കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്രഷിംഗ് വാല്യൂ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. The aggregate crushing value of coarse aggregate, which is used for making concrete, which in turn is used for purposes other than wearing surface. Wearing surfaces അല്ലാതെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ അഗ്രിഗേറ്റിനെ വേറെ പേർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അഗ്രിഗേറ്റിന്റെ ക്രഷിംഗ് വാല്യൂന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. A 30%, ഓപ്ഷൻ B 40%, ഓപ്ഷൻ C 45%, ഓപ്ഷൻ D 50%. യെസ്, 45% ആണ് ഓപ്ഷൻ C 45% ആണ്. അപ്പൊ നമുക്ക് ക്രഷിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മൾ ക്രഷിംഗ് ടെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ നമ്മുടെ ടെസ്റ്റിനകത്ത് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. അഗ്രിഗേറ്റ് ടെസ്റ്റിംഗ് ഒക്കെ പഠിക്കുക. അത് ഹൈവേ എല്ലാം നമുക്ക് കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്നും ആ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ രണ്ട് ഭാഗത്തും അഗ്രിഗേറ്റ് വരുന്നതുകൊണ്ട് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ നമ്മൾ ശരിക്കും കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് അതും വേണമെങ്കിൽ ചോദ്യമായിട്ട് വരാം. സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്രിഗേറ്റ് ക്രഷിംഗ് വാല്യൂ ചെയ്യുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ 45% ആണ്, ഓപ്ഷൻ C ആണ്. ഓക്കെ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ 30% വരുന്നതാണ് നമ്മുടെ ഹൈവേ വേറിംഗ് കോഴ്സ് വരുവാണെങ്കിൽ 30%. അത് ഒഴിച്ച് വേറെ ഏത് പേർപ്പസിനും നമ്മൾ ഈ അഗ്രിഗേറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രഷിംഗ് വാല്യൂ ഷുഡ് നോട്ട് ബി അല്ലെങ്കിൽ ഷുഡ് നോട്ട് എക്സീഡ് എത്രയാണ്, ഓപ്ഷൻ C ആണ്. സ്ക്രീൻ ക്ലിയർ അല്ല, സ്ക്രീൻ ക്ലാരിറ്റി കുറവുണ്ടോ? ഒട്ടും വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട്, പക്ഷെ സ്ക്രീൻ എനിക്കങ്ങനെ വലിയ വിസിബിലിറ്റി, ഒരു ചെറിയ ബ്ലർ ഉണ്ടെങ്കിലും നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ ലെജിബിൾ ആണ്. അതുകൊണ്ട് നോക്കാം എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ല, നെറ്റിന്റെ ഇഷ്യൂ ആണോ. ഏതായാലും നോക്കാം കേട്ടോ, ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, സോ ഓപ്ഷൻ C 45% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം മിക്സിംഗ് ടൈം ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ഇൻ മിനിറ്റ്സ് ഇസ് ലിമിറ്റഡ് ടു. Maximum mixing time of cement concrete in minutes is limited to. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഓക്കെ, അപ്പം പിന്നെ ആ പറഞ്ഞ ആള് ജസ്റ്റ് ഒന്ന് നെറ്റ് ചെക്ക് ചെയ്ത് നോക്കോളൂ. ആരാണ് പറഞ്ഞത്? ഷീന ആണ് പറഞ്ഞത്. ഒന്ന് ജസ്റ്റ് നെറ്റ് നോക്കിക്കോളൂ, ചിലപ്പോൾ അവിടുത്തെ ഇഷ്യൂ ആയിരിക്കും. വേറെ ആർക്കും, ഞാനും യൂട്യൂബിൽ നോക്കുന്നുണ്ട് കമന്റ്സ് കാണാൻ വേണ്ടിയിട്ട്. സോ എനിക്കും അങ്ങനെ ഇഷ്യൂ ഇല്ല, കാണാൻ പറ്റുന്നുണ്ട് സ്ക്രീൻ. എന്താണ് ആൻസർ വരിക? 2, 4, 6, 10. The maximum mixing time of cement concrete in minutes is limited to. Option A 2, option B 4, option C 6, option D 10. Yes, option A 2 minutes ആണ് correct answer. Maximum mixing time of cement concrete is limited to 2 minutes ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഓഫ് മിക്സിംഗ് നോക്കാം. ഇതാണ് ടാബുല കോളം. ശരിക്കും കപ്പാസിറ്റി ഓഫ് മിക്സർ അനുസരിച്ചും അഗ്രിഗേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് നാച്ചുറൽ അഗ്രിഗേറ്റ് ആണോ അല്ലെങ്കിൽ മാനുഫാക്ചർഡ് അഗ്രിഗേറ്റ് ആണോ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് മിക്സിംഗ് ടൈം മാറാറുണ്ട്. അപ്പൊ കപ്പാസിറ്റി ഓഫ് മിക്സർ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, നമുക്ക് ഇവിടെ കപ്പാസിറ്റി ഒന്നും തന്ന അത്രയ്ക്ക് അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കത്തില്ല. നോർമലി നമുക്ക് നാച്ചുറൽ അഗ്രിഗേറ്റ്സ് ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ച് 2 ആണ് നോർമലായിട്ട് ആൻസർ കൊടുക്കാറ്. സോ 2 എന്ന് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഈ ടാബുല കോളം അഡീഷണലി ഞാൻ കണ്ടുകൊണ്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോളൂ. നമുക്ക് ഓവർസിയർ ഗ്രേഡിനൊന്നും അങ്ങനെ ചോദിക്കത്തില്ല, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇസ് മെഷേർഡ് ബൈ. നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് കോൺക്രീറ്റിന്റെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡിറക്ട് ടെൻഷൻ ടെസ്റ്റ് ഇൻ ദ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ, applying compressive load along the diameter of the cylinder, applying third point loading on a prism, applying tensile load along the diameter of the cylinder. എന്താണ് കറക്റ്റ് ആൻസർ?
tensile strength of concrete is measured by? യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താ നമ്മൾ ചെയ്യുന്നത്, ശരിക്കും നമ്മുടെ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തിനകത്തൊക്കെ നമ്മൾ സിലിണ്ടറിക്കൽ സ്പെസിമെൻ അല്ലേ എടുക്കുന്നത്. ഈ സിലിണ്ടറിക്കൽ സ്പെസിമെനിൽ രണ്ട് ഭാഗത്തും നമ്മൾ എന്താ കൊടുക്കുന്നത്, കംപ്രസീവ് ലോഡ് ഡയാമീറ്ററിന് എലോങ് ആണ് കൊടുക്കുന്നത്. അത് സ്പ്ലിറ്റ് ആയി പോകുന്നത് ഇങ്ങനെ ഡയമീറ്ററിലൂടെ അല്ലേ സ്പ്ലിറ്റ് ആയി പോകുന്നത്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ടെൻഷൻ ടെസ്റ്റ് ഇൻ ദ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അല്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്, ടെൻസൈൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അല്ലേ ചെയ്യാറ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്, ആ സിലിണ്ടറിന്റെ ഡയമീറ്ററിൽ എലോങ് കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്ത് കൊടുത്ത് എന്നിട്ട് ആ കോൺക്രീറ്റ് സ്പെസിമെനെ രണ്ടായിട്ട് ഡയമീറ്റർ എലോങ് പൊട്ടാൻ അനുവദിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ്, applying compressive load along the diameter of the cylinder ആണ് correct answer. Option B is the correct answer. Tensile strength of concrete is measured by applying compressive load along the diameter of the cylinder. Okay, ഈ question ഒക്കെ as such വന്നാൽ തെറ്റിക്കരുത് നിങ്ങൾ. Okay, next question. The optimum number of revolutions over which concrete is required to be mixed in a mixer machine is? അതായത് ഒരു മിക്സർ മെഷീനിൽ നമുക്ക് കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്റ്റിമം നമ്പർ ഓഫ് റെവല്യൂഷൻസ് എത്രയാണ് വേണ്ടത്? ഓപ്ഷൻ എ 10, 20, 50, 100. പറഞ്ഞോളൂ, ഒപ്റ്റിമം നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഓവർ വിച്ച് കോൺക്രീറ്റ് ഇസ് റിക്വയർഡ് ടു ബി മിക്സ്ഡ് ഇൻ എ മിക്സർ മെഷീൻ. നമ്പർ ഓഫ് റെവല്യൂഷൻസ്, യെസ് ഇറ്റ് ഇസ് 20. ഓപ്ഷൻ ബി 20 ആണ്. നമ്പർ ഓഫ് റെവല്യൂഷൻസ് കൊടുക്കേണ്ടത് 20 ആണ്. സി അല്ല, 20 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. Optimum number of revolutions over which concrete is required to be mixed in a mixer machine. ഒരു മിക്സർ മെഷീനിൽ നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡ്രം റൊട്ടേറ്റ് ചെയ്യുമല്ലോ, ആ ഡ്രം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എത്രയാണ് ഒപ്റ്റിമം നമ്പർ ഓഫ് റെവല്യൂഷൻസ് കൊടുക്കേണ്ടത്? ഓപ്ഷൻ ബി 20 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങൾ ആൻസർ പറയാം കേട്ടോ. ഇഫ് എ റൂം ഹാസ് ഡയമെൻഷൻസ് 4 meter by 3 meter and it has a wall all around it with a width of 20 centimeter, what is the length of the center line? A room has dimensions 4 meter by 3 meter and it has a wall all around it with a width of 20 centimeter. What is the length of center line? Calculate ചെയ്ത് പറഞ്ഞോളൂ വേഗം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, 14.8 കറക്റ്റ് ആൻസർ ആണ്. 14.8 ഇസ് കറക്റ്റ് ആൻസർ. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കൊരു റൂം ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. ആ റൂമിന്റെ ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് 4 meter by 3 meter. അതായത് ഈ നമുക്കറിയാം ഫസ്റ്റ് തരുന്ന ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ആയിരിക്കും, രണ്ടാമത്തത് 3 meter തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഹാസ് എ വോൾ ഓൾ അറൌണ്ട് ഇറ്റ് വിത്ത് എ വിഡ്ത്ത് ഓഫ് 20 centimeter. അതിന്റെ ചുറ്റും എന്തുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? വോൾ ഉണ്ട്. ആ വോളിന്റെ വിഡ്ത്ത് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? ഇത് 4 and this is given as 20 centimeter. നമുക്ക് സെന്റർ ലൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെന്റർ ലൈൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സെന്റർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെയാണ് വേണ്ട അല്ലെ, ലൈക്ക് ദിസ്, ഇവിടുന്ന്. അപ്പൊ നമുക്ക് നോക്കാം. 20 ഇവിടെ എത്രയാണ്? 20 centimeter ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ 20 centimeterന്റെ പകുതി 0.1 ഇവിടെയും വരും, ഇവിടെ എന്ത് വരും? ഒരു 0.1 വരും. സോ ഈ ഡയമെൻഷൻ നമുക്ക് എന്ത് വന്നു? 20.1. ഓക്കെ, 20.1 വന്നു. പിന്നെ അടുത്ത ഏതാണ് ഡയമെൻഷൻ ഉള്ളത്? നമുക്ക് 20.1 അല്ല, സോറി 4.2. ഇവിടെ 0.1 വന്നു, 4.2 വന്നു അല്ലെ. 4.2 4 plus 0.1 plus 0.1 4.2 പ്ലസ് ഏതാ വരിക? 3യുടെ കൂടെ ഇതേപോലെ 0.1ഉം 0.1ഉം ആഡ് ചെയ്ത് 3.2 വരും. അപ്പൊ അതായത് ഇതും ആഡ് ചെയ്തു, നമ്മൾ ഇതും ആഡ് ചെയ്തു. ഇതുപോലെ തന്നെ സിമിലർലി ഓപ്പോസിറ്റ് ഒരു സൈഡും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? ട്വൈസ് എടുക്കണം. അപ്പൊ 4.2 plus 3.2 that is 7.4 is equal to 14.8 meter. Okay, option C is your correct answer. 14.8. Yes, ശ്രീനാഥ് കാൽക്കുലേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ആൻഡ് സി നന്ദു എല്ലാവരും പറഞ്ഞ കറക്റ്റാ. 14.8 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് മേ ബി അബൌട്ട് -% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷന്റെ എത്ര ശതമാനമാണ് ബിൽഡിങ്ങിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് എടുക്കുക? 7, 1, 5, 10. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓപ്ഷൻ ഡി 10% ആണ്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് AE എക്സാം ഒക്കെ എഴുതുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ക്രാപ്പ് വാല്യൂ തരണമെന്നില്ല, പ്രോബ്ലം ചോദിക്കും. 10% അസ്യൂം ചെയ്ത് അങ്ങ് എടുത്താൽ മതി. എന്താണ് സ്ക്രാപ്പ് വാല്യൂ, എന്താണ് സാൽവേജ് വാല്യൂ? പറഞ്ഞോളൂ.
ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്രാപ്പ് വാല്യൂ ആൻഡ് സാൽവേജ് വാല്യൂ. നമ്മുടെ ബിൽഡിംഗ് ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള വാല്യൂവിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഡിസ്മാൻഡിൽ ചെയ്യാതുള്ള യൂട്ടിലിറ്റി പീരീഡിന് ശേഷം അല്ലെങ്കിൽ ഡിസൈൻ പീരീഡിന് ശേഷമുള്ള ലൈഫിനെയാണ് നമ്മൾ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. അത് രണ്ടും ചോദിക്കാറുള്ള ഡെഫിനിഷൻസ് ആണ്. വാല്യൂവും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർഫോമൻസ് ഓഫ് എ വെൽ ഇസ് മെഷേർഡ് ബൈ ഇറ്റ്സ്. ഒരു വെല്ലിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? ഓപ്ഷൻ എ സ്പെസിഫിക് കപ്പാസിറ്റി, ഓപ്ഷൻ ബി സ്പെസിഫിക് yield, ഓപ്ഷൻ സി സ്റ്റോറേജ് കോഎഫിഷ്യന്റ്, ഓപ്ഷൻ ഡി പെർമിയബിലിറ്റി കോഎഫിഷ്യന്റ്. എല്ലാവരും ഓപ്ഷൻ ബി ആണ്, സ്പെസിഫിക് yield ആണ് പറയുന്നത്. എല്ലാവരും ബി ആണ് പറയുന്നത്. ചിലർ സി പറഞ്ഞിട്ടുണ്ട്. സി എന്താണ്? സ്റ്റോറേജ് കോഎഫിഷ്യന്റ്. അത് എന്തായാലും അല്ല, സ്പെസിഫിക് yield. യെസ്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ആണ്. സ്പെസിഫിക് കപ്പാസിറ്റി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെല്ലിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റുക. ദ പെർഫോമൻസ് ഓഫ് എ വെൽ ഇസ് മെഷേർഡ് ബൈ എന്താണ്? ഇറ്റ് ഇസ് മെഷേർഡ് ബൈ സ്പെസിഫിക് കപ്പാസിറ്റി ആണ്. എന്താണ് സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? What is meant by specific capacity? Is equal to, പറഞ്ഞോളൂ, well yield per unit drawdown. അതായത് നമുക്ക് ആ ഒരു വെല്ലിൽ നിന്ന് എത്ര yield കിട്ടുന്നു പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയും. ഓക്കെ, യെസ്, ബൈ ഡ്രോ ഡൗൺ. സ്പെസിഫിക് yield എന്ന് പറയുന്നത് വെൽ yield ബൈ ഡ്രോ ഡൗൺ ആണ്. ഇതിനകത്ത് ലൈവ് അറ്റൻഡ് ചെയ്തവരൊക്കെ ഈ ആൻസർ തെറ്റിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? എനിക്കറിയത്തില്ല. ഞാൻ അതിനകത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തതാണ്. ഓക്കെ, വെൽ yield ബൈ വെൽ yield അല്ലെങ്കിൽ വെൽ ഡിസ്ചാർജ് ബൈ ഡ്രോ ഡൗൺ എന്ന് പറയുന്നതാണ് സ്പെസിഫിക് കപ്പാസിറ്റി. അപ്പൊ ഈ സ്പെസിഫിക് കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഒരു വെല്ലിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുക, നോട്ട് ബൈ സ്പെസിഫിക് yield. എല്ലാവരും സ്പെസിഫിക് yieldലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് പെർമിയബിലിറ്റി കോഎഫിഷ്യന്റോ? ഓപ്ഷൻ ഡി ഒക്കെ പറയുന്നല്ലോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സ്പെസിഫിക് കപ്പാസിറ്റി ആണ് കറക്റ്റ് ആൻസർ. നമുക്കൊരു വെല്ലിന്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്തെടുക്കുക എപ്പോഴും സ്പെസിഫിക് കപ്പാസിറ്റി വെച്ചിട്ട്. ഇനി ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. പെർഫോമൻസ് ഓഫ് എ വെല്ല് മെഷർ ചെയ്യുന്നത് സ്പെസിഫിക് കപ്പാസിറ്റി വെച്ചിട്ടാണ്, നോട്ട് ബൈ സ്പെസിഫിക് yield. വെൽ yield ബൈ അല്ലെങ്കിൽ വെൽ yield പെർ യൂണിറ്റ് ഡ്രോ ഡൗണിനെയാണ് നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ സോളിഡ് ഷാഫ്റ്റ് is subjected to torsion, the shear stress induced at its center is. ഒരു സോളിഡ് ഷാഫ്റ്റിന് നമ്മൾ ടോർഷൻ കൊടുക്കുകയാണ്. സപ്പോസ് ദിസ് ഇസ് എ സോളിഡ് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിന് നമ്മൾ ടോർക്ക് അല്ലെങ്കിൽ ടോർഷൻ ഇൻഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അറ്റ് ദ സെന്റർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്. ഓപ്ഷൻ എ 0, ബി മാക്സിമം, സി മിനിമം ആൻഡ് ഡി ആവറേജ്. എന്താണ് വരിക? യെസ്, 0 ആണ്. സെന്ററിൽ എന്തായിരിക്കും? നമ്മുടെ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 0. Okay, 42. That's answer 0. Next question. If the angle of deflection of a simple curve is theta and its radius is r, then the chord length is. നമുക്ക് ഓവർസിയർ എക്സാംസ് ഇപ്പൊ കഴിഞ്ഞ ഒരു നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ട്രെയിനിങ് ഇൻസ്ട്രക്ടറിന്റെ എക്സാം ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് കേർവിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേർവ്സ് പഠിച്ചോളൂ കേട്ടോ. സർവേയിൽ കേർവ്സ് പഠിച്ചോളൂ. കേർവ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, എന്താണ്? ദ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് എ സിമ്പിൾ കർവ് ഇസ് തീറ്റ. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ തീറ്റ ആണെങ്കിൽ then the chord ലെങ്ത്തിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 2r sin theta by 2 കറക്റ്റ് ആൻസർ ആണ്. 2r sin theta by 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം കേർവിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാനുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് കേർവ് നമുക്കറിയാം. ശരിക്കും ലെങ്ത് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കേർവ് ഉണ്ടെങ്കിൽ ആ കേർവ് ഇപ്പൊ സർക്കിൾ ആണെന്ന് വെച്ചാൽ സർക്കിള് ഫുള്ളായിട്ട് വരുമ്പോൾ നമുക്കറിയാം 2πr എടുക്കുന്ന നമ്മൾ നീട്ടി വെച്ച് കഴിഞ്ഞാൽ 2πr ആവും ലെങ്ത് വരാം. സെയിം തന്നെ ഇപ്പൊ നമുക്കൊരു കേർവ് മാത്രമാണ് ഉള്ളതെങ്കിൽ
പൈ ആർ ആണ് ആക്ച്വലി വരേണ്ടത്, ഡിവൈഡഡ് ബൈ 180 ഡിഗ്രി ഇൻറ്റു ഡെൽറ്റ. ഡെൽറ്റ ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്, അതാണ് ലെങ്ത് ഓഫ് കർവ് എന്ന് പറയുന്നത്. ടാൻജന്റ് ലെങ്ത് ഓഫ് ടാൻജന്റ് അല്ലെങ്കിൽ ടാൻജന്റ് ലെങ്ത് വളരെ എളുപ്പമാണ്, ടാൻ എന്ന് ഓർത്താൽ മതി. അതായത് ആർ ടാൻ ഡെൽറ്റ ബൈ 2 ആണ് നമ്മുടെ ടാൻജന്റ് ലെങ്ത്. ലെങ്ത് ഓഫ് ലോങ് കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2r സൈൻ ഡെൽറ്റ ബൈ 2. മിഡ് ഓർഡിനേറ്റ് ഒന്നും അങ്ങനെ ചോദിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു നോക്കാം. ടാൻജന്റ് ലെങ്ത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, കോഡും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. Next question, a simply supported beam of length 6 meter carries a point load at the center of beam such that maximum bending moment is 12 kilonewton meter. If EI is the flexural rigidity of the beam, deflection at the center is. Answer വേഗം ചെയ്തിട്ട് കമന്റ് ചെയ്യട്ടോ. A simply supported beam of length 6 meter carries a point load at the center. എന്താണ് ഫിഗർ വരയ്ക്കുക ആദ്യം. അപ്പോൾ എന്താണ്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്, അതിന്റെ ലെങ്ത് 6 മീറ്റർ ആണ്, അത് ഒരു പോയിന്റ് ലോഡ് സെന്ററിൽ ക്യാരി ചെയ്യുന്നുണ്ട്. Such that the maximum bending moment there is 12 kilonewton meter. അപ്പോൾ നമുക്ക് W/2 L/2 L/2. മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രാന്ന് തന്നിട്ടുണ്ട്? 12 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. അതായത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ത് വരും? W/2 ഇൻറ്റു L/2. ഈ സെന്ററിലുള്ള മാക്സിമം WL/4 is equal to 12 kilonewton meter. ആൻസർ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 36/EI കറക്റ്റ് ആണ് കേട്ടോ. 36/EI ആണ്. അപ്പൊ നമുക്ക് എം മാക്സ് നമുക്ക് എത്രാന്ന് തന്നിട്ടുണ്ട്? 12 kilonewton meter ആണെന്ന് തന്നിട്ടുണ്ട്. ലെങ്ത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ W is equal to എന്ത് വരും? L3/48EI. ഡബ്ല്യുവിന്റെ വാല്യൂ 8, എല്ലിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 6 മീറ്റർ. 6³ ഡിവൈഡ് ബൈ 48 ഇൻറ്റു EI അതുപോലെ ഇട്ടാൽ മതി. into 6, 36/EI. ഓപ്ഷൻ സി. സി കിട്ടുന്നില്ല എല്ലാവർക്കും? യെസ്, എല്ലാവരും സി തന്നെ പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A ductile structure is defined as the one for which the plastic deformation before fracture, option A, is smaller than the elastic deformation, vanishes, is equal to elastic deformation, is much larger than elastic deformation. പറഞ്ഞോളൂ ആൻസർ. A ductile structure is defined as the one for which plastic deformation before fracture. Yes, option D ആണ് കറക്റ്റ് ആൻസർ. യെസ്, ഡി ആണ്, സി അല്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് കാര്യം? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പർട്ടിക്കുലർ ബോഡി അല്ലെങ്കിൽ പർട്ടിക്കുലർ മെറ്റീരിയലിനെ വലിച്ചു നീട്ടാൻ പറ്റണം, അല്ലെ? അതിനെയാണ് നമ്മൾ ഡക്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ വൺ ഫോർ വിച്ച് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ബിഫോർ ഫ്രാക്ചർ. ഇപ്പം നമ്മൾ ഒരു മെറ്റീരിയലിന്റെ ഒരു വയർ ഉണ്ട് അല്ലെങ്കിൽ ഒരു മെറ്റൽ ഉണ്ട്, ഒരു ബോഡി ഉണ്ട്, ഞാൻ അതിനെ വലിക്കുകയാണ്. വലിക്കുന്ന സമയത്ത് നമുക്ക് 2 ഡീഫോർമേഷൻ സംഭവിക്കാം. ഒന്ന് ഇലാസ്റ്റിക് ഡീഫോർമേഷനും രണ്ടാമത്തത് പ്ലാസ്റ്റിക് ഡീഫോർമേഷനാണ്. ഇലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇലാസ്റ്റിക് ഡീഫോർമേഷന്റെ ഉള്ളിൽ, അതായത് ഈ ഒരു പർട്ടിക്കുലർ നമ്മൾ ഈ കൊടുത്ത ഫോഴ്സ് പിൻവലിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി വീണ്ടും പഴയ സ്റ്റേജിലേക്ക് എത്തും. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ബോഡിയിൽ ഫോഴ്സ് കൊടുത്ത് അത് ഡീഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോഴ്സ് തിരിച്ച് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി വീണ്ടും അതിന്റെ പഴയ ഫോമിലേക്ക് എത്തത്തില്ല. അതായത് ഇലാസ്റ്റിസിറ്റി കഴിഞ്ഞു, വിച്ച് മീൻസ് ഇറ്റ് ഹാവ് റീച്ച് ദ പ്ലാസ്റ്റിക് റേഞ്ച്. പ്ലാസ്റ്റിക് റേഞ്ചിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ലോഡ് പിൻവലിച്ചാലും അത് വീണ്ടും പഴയ സ്റ്റേജിലേക്ക് എത്തുന്നില്ല. അതിന് എന്ത് ഡീഫോർമേഷൻ സംഭവിച്ചു? പുതിയൊരു സ്റ്റേജിൽ എത്തുകയോ ആ സ്റ്റേജിൽ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡക്റ്റൈൽ മെറ്റീരിയലിന് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അറിയാം അത് വലിഞ്ഞ് നീണ്ടു പോകും, അല്ലെ? വലിഞ്ഞ് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഡീഫോർമേഷൻ, പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ബിഫോർ ഫ്രാക്ചർ. അതായത് നമ്മൾ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ കഴിഞ്ഞു, പിന്നെ പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് എത്തി. പ്ലാസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡീഫോർമേഷൻ സംഭവിക്കുകയാണ്. ഈ പ്ലാസ്റ്റിക് സ്റ്റേജ് കുറച്ച് നമുക്ക് ഈ ഒരു
പർട്ടിക്കുലർ മെറ്റീരിയലിനെ വലിച്ചു നീട്ടാൻ കഴിയുന്നതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് കുറച്ച് കൂടുതലായിരിക്കും. കുറേ വലിഞ്ഞിട്ട് മാത്രമാണ് അത് പൊട്ടുക. ബിക്കോസ് മെറ്റീരിയൽ ഇസ് ഡക്റ്റൈൽ. ഡക്റ്റൈൽ ആയതുകൊണ്ട് അതിനെ തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. തിൻ വയേഴ്സ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ഈ ഒരു ഡക്റ്റൈൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ബിഫോർ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡീഫോർമേഷനേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും. ആ ഒരു സ്റ്റേജ് കുറേ നേരം നിന്നിട്ട് മാത്രമാണ് അതിൽ നമ്മുടെ ഫ്രാക്ചർ സംഭവിക്കുന്നുള്ളൂ. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. കുറേ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആലോചിക്കാനൊന്നുമില്ല, വേഗം എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫ്ലക്ഷൻ at the free end of a cantilever beam subjected to a couple at free end and having a uniform flexural rigidity EI throughout the length equal to. ഇതിന് ആൻസർ പറയൂ. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ജസ്റ്റ് അതിന്റെ ആൻസർ പറഞ്ഞാൽ മതി. എന്താ പറഞ്ഞേക്കുന്നത്? ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് എ കാൻഡിലീവർ ബീം സബ്ജക്റ്റഡ് ടു എ കപ്പിൾ അറ്റ് ദ ഫ്രീ എൻഡ്. ഒരു കപ്പിൾ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. ആൻഡ് ഹാവിംഗ് എ യൂണിഫോം ഫ്ലെക്സുറൽ റിജിഡിറ്റി ത്രൂ ഔട്ട് ദ ലെങ്ത്. എന്താണ് വരിക? യെസ്, നമുക്കറിയാം. നമ്മുടെ ഫസ്റ്റ് കേസ് ആണ് കാൻഡിലീവർ വിത്ത് ML/EI എന്ന് വരും. ഇതാണ് നമ്മുടെ എന്ത് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ y ഇസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് ML/EI ഇൻറ്റു നമ്മുടെ കോഡ് ഓർത്താൽ മതി. ഫസ്റ്റ് L/2 ആണ്, പിന്നെ 2L/3 അങ്ങനെയല്ലേ കോഎഫിഷ്യൻസ് കൂടിപ്പോകും. അപ്പോൾ എന്ത് വരും? നമുക്ക് ML²/2EI. കാണാതെ അറിയാവുന്നവർ അങ്ങനെ എഴുതിയാൽ മതി. ഇനി ഇങ്ങനെ കാണാതെ ഒത്തിരി ഓർത്ത് വെക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളവർ ജസ്റ്റ് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് എഴുതിയാൽ മതി. ഓപ്ഷൻ എ ആണ് ML²/2EI. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A 300 mm square bearing plate settled by 30 mm in a plate load test on a cohesive soil. Okay. When the intensity of loading is 0.2 Newton per meter square, the settlement of a prototype of shallow footing is 1 meter square, that is 1 mm by 1 mm, under the same intensity of loading, considering both plate and footing are placed at same depths. അതായത് ഒന്നുമില്ല, ഇത് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് പ്രകാരമുള്ള നമ്മുടെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതിന് ആൻസർ പറയൂ എങ്ങനെയാണ് ചെയ്യുന്നത്? സിമ്പിൾ ഫോമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടുള്ളത്. ഒരു 300 mm സ്ക്വയർ ബെയറിംഗ് പ്ലേറ്റ് ഉണ്ട്. അത് 21 mm ആണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അതൊരു 1 മീറ്റർ സ്ക്വയർ ആണ്. സെയിം ഇന്റൻസിറ്റി ഓഫ് ലോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സെറ്റിൽ ചെയ്യും എന്നുള്ളതാണ്. കിട്ടുന്നുണ്ടോ ആൻസർ? ഓപ്ഷൻ എ ആണോ? അല്ല, ക്ലേ ആണ് ഇവിടെ. കൊഹസീവ് സോയിൽ ആണെന്ന് അറിയാം അല്ലേ? അപ്പൊ ക്ലേ ആയതുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് footing divided by settlement of plate is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻ? is equal to yes, ആൻസി പറഞ്ഞത് കറക്റ്റ് ആണ്. breadth of plate divided by breadth of footing. ഇതാണ് നമ്മുടെ ക്ലേ സോയിലിന്റെ ഇക്വേഷൻ. ഓവർസിയർ ആയതുകൊണ്ട് മാക്സിമം ക്ലേഡ് ജിയോ ടെക്നിക്കലിന്റെ ഫോമിലൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനകത്ത്, ഫൗണ്ടേഷനകത്ത് നമ്മൾ റാങ്കൈൻസ് ഡെപ്ത്, റാങ്കൈൻസ് മെത്തേഡ് ഫോർ ഡിറ്റർമിനിങ് ഡെപ്ത് ഒക്കെ പഠിക്കുന്നുണ്ട്. പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. ഓപ്ഷൻ ബി 70 mm ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കാൻ നമുക്ക് മിക്കവാറും നമ്മുടെ ഓവർസിയറിനൊക്കെ ചോദിച്ചാൽ ഈ ഒരു ഫോമുല, മറ്റേ വലിയ ഫോമുല ചോദിക്കത്തില്ല. BP ഇൻറ്റു BF പ്ലസ് 0.3 ഡിവൈഡ് ബൈ അത് ഹോൾ സ്ക്വയർ, ആ ഫോമിലൊന്നും വെച്ച് ചോദിക്കത്തില്ലായിരിക്കും ഓവർസിയർ ഗ്രേഡ് 1 ആയതുകൊണ്ട്. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 300 mm സ്ക്വയർ പ്ലേറ്റ് ആണ്. നമുക്ക് എന്തിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൂട്ടിങ്ങിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് SF അറിയത്തില്ല. SP സെറ്റിൽസ് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 21 mm സെറ്റിൽ ചെയ്യും. ഇസ് ഈക്വൽ ടു, ഇനി അടുത്ത് എന്താണ്? ബ്രെഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ്. നമ്മുടെ ബെയറിംഗ് പ്ലേറ്റിന്റെ പ്രോട്ടോടൈപ്പിന്റെയും ഫൂട്ടിങ്ങിന്റെയാണ് P, അതായത് BP എന്ന് പറഞ്ഞാൽ പ്രോട്ടോടൈപ്പ്. എത്രയാണ് തന്നിരിക്കുന്നത്? ബ്രെഡ്ത്ത് 1 മീറ്റർ ബൈ 1 മീറ്റർ ആണ്. സോ 1 ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ 300 mm ഫൂട്ടിംഗ് സ്ക്വയർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 0.3 മീറ്റർ. സോ ഇതിൽ നിന്ന് SFന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ 21 ബൈ 0.3, സോ 70 mm. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒരു ഇത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഓപ്ഷൻ ബി.
Next question, the principle used in finding the recoil velocity of a gun. ഒരു ഗണ്ണിന്റെ recoil velocity കണ്ടുപിടിച്ച് മെക്കാനിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. കണ്ടുപിടിക്കാനുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? ഓപ്ഷൻ എ വർക്ക് എനർജി പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ഓപ്ഷൻ ഡി ന്യൂട്ടൺസ് ലോ ഓഫ് കൊളിഷൻ. കുറേ പേര് കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്, കുറേ പേര് ഡി പറയുന്നുണ്ട്. ന്യൂട്ടൺസ് ലോ ഓഫ് കൊളിഷൻ എന്താണ്? രണ്ട് ബോഡി വന്ന് കൊളൈഡ് ചെയ്യുന്ന കേസാണ്. ഇവിടെ റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ എന്ന് പറഞ്ഞാൽ എന്താ? റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ തോക്ക് വെച്ച് വെടി വെക്കത്തില്ലേ, ഐ മീൻ നമ്മൾ ഗൺ വെച്ച് ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഷോട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ ഫോഴ്സിൽ ഈ ഗണ്ണ് കുറച്ച് ബാക്കിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ റീകോയിൽ എന്ന് പറയുന്നത്. അപ്പൊ റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ നമ്മൾ കണ്ടുപിടിക്കുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വെച്ചിട്ടാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്, ഓക്കെ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ് ഇവിടെ. ന്യൂട്ടൺസ് ലോ ഓഫ് കൊളിഷൻ ഒന്നും അതിനകത്ത് വരത്തില്ല. എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിളും അല്ല, വർക്ക് എനർജി പ്രിൻസിപ്പിളും അല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരെ. ഓക്കെ, സോ ഇറ്റ് ഇസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെൻട്രോയിഡ് ഓഫ് എ സെമി സർക്കുലർ ഏരിയ ഓഫ് റേഡിയസ് ആർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3r by 4pi, 3r by 5pi, 4r by 3pi, 5r by 3pi. ഒരു സെമി സർക്കുലർ ഏരിയ ഉണ്ട്, റേഡിയസ് സ്മോൾ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രോയിഡിന്റെ വാല്യൂ ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് കൺസർവേഷൻ ആൻഡ് മൊമെന്റം. കറക്റ്റ് ആണ്. ഓപ്ഷൻ സി 4r by 3pi. ലൈസ് അറ്റ് ഈ ഡയമീറ്ററിൽ നിന്നും സെൻട്രോയിഡ് ലൈ ചെയ്യുന്ന ഡിസ്റ്റൻസ് 4r by 3pi ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A bullet of mass 30 gram leaves the barrel of a gun with a velocity of 500 meter per second. ഒരു ബുള്ളറ്റ് ഉണ്ട്, ബുള്ളറ്റിന്റെ മാസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. മെക്കാനിക്സിൽ നിന്ന് എന്ത് തരത്തിലെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തറവായിട്ട് പഠിച്ചോളൂ. A bullet of mass 30 gram leaves from the barrel of a gun. ഒരു ഗണ്ണിന്റെ ബാരലിൽ നിന്ന് ഒരു 30 gram വെയിറ്റ് ഉള്ള മാസ് ഉള്ള ബുള്ളറ്റ് പുറത്തേക്ക് പോയി വിത്ത് വെലോസിറ്റി ഓഫ് 500 meter per second. വെലോസിറ്റി 500 meter per second ആണ്. Suppose a force lasted for 0.0018 second. The average impulsive forces. നമുക്ക് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വലിയൊരു ഫോഴ്സ് കുറച്ച് നേരത്തേക്ക് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ, അതായത് 0.0018 സെക്കൻഡ്സ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവറേജ് ഇമ്പൾസീവ് ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടുപിടിച്ചിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. സി ആണോ കറക്റ്റ് ആൻസർ ആയിട്ട്? സി അല്ല. യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 8,333.33 ന്യൂട്ടൺ കറക്റ്റ് ആൻസർ ആണ്. നന്ദും ഗൗതമിയും പറഞ്ഞ കറക്റ്റ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇമ്പൾസീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എങ്ങനെയാ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ എം സെയിം തന്നെയാണ്, മാസ് തന്നെയാണ്, വി മൈനസ് സ്മോൾ വി ഡിവൈഡഡ് ബൈ ടി. ഇതാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ മൊമെന്റത്തിന്റെ ഡിഫറൻസ്. സ്മോൾ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് ആണ്. മാസ് എത്ര നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? 30 gram ആണ്. സോ കിലോഗ്രാമിൽ, ന്യൂട്ടണിലാണല്ലോ ആൻസർ. സോ 30 × 10⁻³ ഇൻറ്റു വെലോസിറ്റി. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയും യു ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി ഇവിടെ 500 meter per second എന്ന് തന്നിട്ടുണ്ട്. മൈനസ് മാസ് അവിടെ നിൽക്കട്ടെ. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? നമ്മൾ ആ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതിന് മുമ്പുള്ള ഇനിഷ്യൽ വെലോസിറ്റി ഇറ്റ് വിൽ ബി 0. ഇത് 0 ആയിരിക്കും. അപ്പോൾ ഈ ടേം പോവും, -0 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ നമുക്ക് ആ ഒരു സെക്കൻഡ് തന്നിട്ടുണ്ട്, 0.0018. സോ യുവർ ആൻസർ വിൽ ബി എഫ് ഇസ് ഈക്വൽ ടു 30 × 10⁻³ ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 0.0018.
യു ക്യാൻ അഡോപ്റ്റ് യുവർ ഓൺ മെത്തേഡ്. ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞു എന്ന് മാത്രം ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ന്യൂട്ടൺ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ഇൻക്ലൂഡ്സ്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി ഈ പറയുന്നത് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഓപ്ഷൻ എ ഡിഫ്ലക്ഷൻ, 1 ഡിഫ്ലക്ഷൻ, 2 റിപ്പയറബിൾ ഡാമേജ് ഓർ ക്രാക്ക് ഡ്യൂ ടു ഫറ്റീഗ്, വൈബ്രേഷൻ, ഫയർ. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുക? ഡിഫ്ലക്ഷൻ, റിപ്പയറബിൾ ഡാമേജ് ഓർ ക്രാക്ക് ടു ഫറ്റീഗ്, വൈബ്രേഷൻ, ഫയർ. Only 1 and 3, only 1 and 4, only 1, 3 and 4, 1, 2, 3 and 4. Only 1, 3 and 4. വൈബ്രേഷനും ഫയറും ഉണ്ട്, പക്ഷെ ക്രാക്ക് ഇല്ലല്ലേ. കറക്റ്റ് ആൻസർ സി വരുമോ, എയോ? only 1 and 3. Yes, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 1, 2, 3 and 4. ഇത് 4 നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഡിഫ്ലക്ഷൻ ഉണ്ട്, ക്രാക്ക് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്, ഫയർ ഉണ്ട്. 4 നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് ആണ്. ഓപ്ഷൻ ഡി ഇസ് യുവർ കറക്റ്റ് ആൻസർ. യെസ്, കുറെ പേര് പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് ഓഫ് ബ്രിക്ക് വിച്ച് ഹാസ് ഹാഫ് ഹെഡർ ഫേസ് ആൻഡ് ഹാഫ് സ്ട്രെച്ചർ ഫേസ് ഇസ് നോൺ ആസ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ മനഃപൂർവ്വം ഇൻക്ലൂഡ് ചെയ്ത്. നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് പഠിച്ചുകൊണ്ട് പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാടായിട്ട് വന്ന് നമുക്ക് വിഷമാവില്ല. ബുദ്ധിമുട്ടായിട്ട് പഠിച്ചോളൂ. അപ്പം കുറച്ച് ELC ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പാർട്ട് ഓഫ് ബ്രിക്ക് വിച്ച് ഹാസ് ഹാഫ് ഹെഡർ ഫേസ് ആൻഡ് ഹാഫ് സ്ട്രെച്ചർ ഫേസ്. പകുതി ഹെഡർ ഫേസും പകുതി സ്ട്രെച്ചർ ഫേസും കിട്ടുന്ന ആ ഒരു ബ്രിക്കിന്റെ പാർട്ടിനെ ബിവൽഡ് ക്ലോസർ, കിങ് ക്ലോസർ, ക്യൂൻ ക്ലോസർ, ബാറ്റ്. ഓഫ് കോഴ്സ് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എന്താണ് ബാറ്റോ? ബാറ്റ് എന്താ വരിക? ബാറ്റിനകത്ത് നമ്മൾ രണ്ടും പകുതിയാണോ? നോക്കൂ, ബാറ്റ് തെറ്റാണ്. ബാറ്റ് ഇസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി കിങ് ക്ലോസർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഇതൊരു കാരണവശാലും പഠിക്കാതിരിക്കേണ്ട. നമുക്ക് IS 875 എന്ന് പറഞ്ഞാൽ ലോഡ്സ് ആണ് തരുന്നതെന്ന് അറിയാം. അതിൽ പല പാർട്ടുകളുണ്ട്. നമുക്ക് കോഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടെൻഡൻസി കണ്ടുവരുന്നത് കൊണ്ട് ജസ്റ്റ് ഫോർ സേഫ്റ്റി നമുക്കൊന്ന് നോക്കാം. ഹാഫ് ക്യൂൻ ക്ലോസർ ഡയമെൻഷൻ കൂടി ഒന്ന് പറയാമോ മിസ്? പറയാം കേട്ടോ, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. 21 സ്ലൈഡ്സ് ആയിട്ടേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പം IS 875 പാർട്സ് പറയാണ്. ഇതൊന്ന് മാച്ച് ചെയ്ത് വേഗം ആൻസർ ഒന്ന് പറഞ്ഞേ. ഡെഡ് ലോഡ് പാർട്ട് 1, ഇമ്പോസ് ലോഡോ പാർട്ട് 2. ഇമ്പോസ് ലോഡ് അല്ലെങ്കിൽ ലൈവ് ലോഡ് പാർട്ട് 2. പിന്നെ വിൻ ലോഡും സ്നോ ലോഡും ആണ് വരിക. വിൻ ലോഡ് എന്ന് പറഞ്ഞാൽ പാർട്ട് 3 ആൻഡ് സ്നോ ലോഡ് പാർട്ട് 4. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിസിബിൾ അല്ലേ? ആക്ച്വലി ഈ ഇഷ്യൂ എല്ലാവർക്കും ഉണ്ടോ അതോ ഈ ഷീനയ്ക്ക് മാത്രമാണോ? ഷീന കുറച്ച് നേരമായിട്ട് പറയും. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ അല്ലേ? എനിക്ക് ഞാൻ യൂട്യൂബിലാണ് കാണുന്നത്. എനിക്ക് സ്ക്രീൻ വിസിബിൾ ആണ്. സ്ക്രീൻ ഇഷ്യൂ ഉണ്ടോ നിങ്ങൾക്ക്? യെസ്, എനിക്കും ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. ഷീനയുടെ അവിടുത്തെ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം കേട്ടോ, മേ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസ് ഓഫ് എ പെയിന്റ് ഇസ്. ഒരു പെയിന്റിന്റെ ബേസ്. ക്വാളിറ്റി മാറ്റിയാൽ മതി എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. ക്വാളിറ്റി ചേഞ്ച് ചെയ്ത് നോക്കുമെന്ന് സെറ്റിങ്സ് എടുത്തിട്ട്. യെസ്,
ക്ലാരിറ്റി കൂട്ടി നോക്കൂ. ഞാനിപ്പം എൻ്റെത് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞിടുന്നത്, ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഷീന അതുപോലെ നമുക്ക് സ്ക്രീനിന്റെ ക്ലാരിറ്റി പ്രശ്നം പറഞ്ഞവർ ജസ്റ്റ് ഒന്ന് സ്ക്രീനിന്റെ ക്ലാരിറ്റി കൂട്ടി നോക്കിയാൽ മതി. 720 ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സ്ക്രീൻ ഇസ് കംപ്ലീറ്റ്ലി വിസിബിൾ, നന്നായിട്ട് കാണാം. ബേസ് ഓഫ് എ പെയിന്റ് ഇസ് ഓപ്ഷൻ എ. ഡൈമെൻഷൻ സ്മോൾ, അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം ഏതായാലും. ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ. ബേസ് ഓഫ് എ പെയിന്റ് ഇസ് ലിൻസീഡ് ഓയിൽ, പോപ്പി ഓയിൽ, സൾഫേറ്റ്സ് ഓഫ് സിങ്ക് ആൻഡ് മാംഗനീസ്, വൈറ്റ് ലെഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത് മുന്നേ പെയിന്റിന്റെ ബേസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല അതിനകത്ത്. എന്താണ് ഓപ്ഷൻ ഡി, വൈറ്റ് ലെഡ് ഇസ് യുവർ കറക്റ്റ് ആൻസർ. വൈറ്റ് ലെഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് പ്രഷർ ബിറ്റ്വീൻ 2 points A and B located respectively at a depth of 0.25 meter and 0.75 meter below a constant level of water in a tank. Ratio of pressures, okay, ipo clear aanu. The ratio of pressures between 2 points A and B located respectively at a depth of 0.25 and 0.75 meter below a constant water level in a tank. ഒരു കോൺസ്റ്റന്റ് വാട്ടർ ലെവൽ ഉണ്ട്. ഇതാണ് വാട്ടർ ലെവൽ എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് 2 പോയിന്റുകൾ ഉണ്ട്, എയും ബിയും. അതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി എ. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്രയാണ്? 0.25 meter. And B is located at a distance of 0.75 meter. 0.75 meter താഴെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് പ്രഷേഴ്സ് ആണ്. ഈ രണ്ട് എയും ബിയും തമ്മിലുള്ള പോയിന്റുകളുടെ റേഷ്യോ ഓഫ് പ്രഷേഴ്സ് ആണ്. ആൻസർ ബി കറക്റ്റ് ആണ്. 1:3 കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. P1/P2 അഥവാ പ്രഷറിന്റെ റേഷ്യോ ആണ്. നമുക്കറിയാം ρg(H1) ഡിവൈഡഡ് ബൈ ρg(H2). ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. സോ H1ന്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഇസ് ഗിവൺ ആസ് 0.25 ആൻഡ് 0.75. സോ 1:3. ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഓവർസീ ലെവലിന് ചോദിച്ചാലും തെറ്റ് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇത്രയും ചെറിയ കാൽക്കുലേഷൻസ് അല്ലേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും കിട്ടിയിട്ടില്ല ഓപ്ഷൻ ബി? യെസ്, എല്ലാവർക്കും ρg(H1) എന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. ഫോർമുല കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which of the type of the following flow losses are more? Losses ഏറ്റവും കൂടുതലുള്ള ടൈപ്പ് ഓഫ് ഫ്ലോ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ക്രിട്ടിക്കൽ ഫ്ലോ, ഓപ്ഷൻ ബി ലാമിനാർ ഫ്ലോ, ഓപ്ഷൻ സി ട്രാൻസിഷണൽ ഫ്ലോ, ഓപ്ഷൻ ഡി ടർബുലന്റ് ഫ്ലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓപ്ഷൻ ഡി ടർബുലന്റ് ഫ്ലോയിലാണ് നമുക്ക് എന്തുള്ളത്? ലോസസ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ലോസസ് വരിക ടർബുലന്റ് ഫ്ലോയിലാണ്. എന്തുകൊണ്ടാണ്? കാര്യം അവിടെ പാർട്ടിക്കിൾസ് ഒന്നും ഒരു ഓർഡർലി മാനറിലല്ല പോകുന്നത്, ഇങ്ങനെ തട്ടി തട്ടി തെറിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ദാറ്റ് ഇസ് വൈ ഏറ്റവും കൂടുതൽ ലോസസ് എവിടെയാണ്? നമുക്ക് നമ്മുടെ ടർബുലന്റ് ഫ്ലോയിലാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സർക്കുലർ പൈപ്പ് ഓഫ് ഡയാമീറ്റർ 60 centimeter carries a discharge of 2.5 meter cube per second. What is the velocity of flow through the pipe? ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ പൈപ്പ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേഗം ചെയ്ത് ആൻസർ പറഞ്ഞോളൂ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കത്തുള്ളൂ FM നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ആരും ആൻസർ പറഞ്ഞിട്ടില്ല, എനിക്ക് കമന്റ് വരാത്തയാണോ? ആൻസർ വന്നു തുടങ്ങിയിട്ടുണ്ട്. 8.83 ഇസ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി കറക്റ്റ് ആണ് കേട്ടോ. ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് 2.5 അല്ലേ? യെസ്, 2.5. Discharge is equal to area into velocity. Discharge is given as 2.5 meter per second is equal to area. ഏരിയയ്ക്ക് വേണ്ടി ഡയാമീറ്റർ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. സോ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ. ദാറ്റ് ഇസ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു 2.5 by pi by 4 ഇൻറ്റു എത്രയാണ് നമ്മുടെ ഏരിയ?
pi/4 into 6 centimeter ആണ്. സോ 0.6 സ്ക്വയർ. പൈ ഒക്കെ 22/7 ഒക്കെ ഇട്ട് ചെയ്താൽ മതി. ഏകദേശം 8.83 തന്നെ കിട്ടും ആൻസർ. ഓപ്ഷൻ സി. കിട്ടിയോ എല്ലാവർക്കും? ഇപ്പം ഓക്കെ ആയി. എന്ത് സ്ക്രീനിന്റെ കാര്യമാണോ? ഓക്കെ ആയി. ഇഷ്യൂ ഉണ്ട്, നോട്ട് ക്ലിയർ. ഇഷ്യൂ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക, മുകളിൽ പോയിട്ട് ഒരു ക്വാളിറ്റി കാണാൻ പറ്റും. അതിന്റെ താഴെ റിപ്പോർട്ട് ക്വാളിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ആ ക്വാളിറ്റി എടുത്തിട്ട് ഏറ്റവും ഹൈ റെസൊല്യൂഷൻ ഇട്ട് കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ആർക്കെങ്കിലും സ്ക്രീൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ ഇതാണ്, നമ്മൾ ആ റെസൊല്യൂഷൻ മാറ്റിയിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ കേട്ടോ. റെയ്നോൾഡ്സ് നമ്പർ ഇസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു. വേഗം പറഞ്ഞോളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു. ഓപ്ഷൻ എ സർഫസ് ടെൻഷൻ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്. ക്ലിയർ ആയി? ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ബി, വിസ്കസ് ഫോഴ്സ് ആണ്. അപ്പൊ ആ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് നോക്കിക്കോളൂ. അത് ഓവർസിയർ ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡയമെൻഷൻലെസ് നമ്പർ എല്ലാം. ഓക്കെ, അപ്പൊ അതിൽ റെയ്നോൾഡ്സ് നമ്പർ, ഫ്രൂട്ട്സ് നമ്പർ എന്തിന്റെ റേഷ്യോ ആണ്? റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ഗ്രാവിറ്റി ഫോഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള നമ്മുടെ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് എല്ലാം തന്നെ നോക്കി വെക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെ, പോയ്സെ ഹാസ് ദ യൂണിറ്റ് ഓഫ്. പോയ്സെ എന്ന് പറയുന്ന എന്ത് യൂണിറ്റ്? പോയ്സെ ഹാസ് ദ യൂണിറ്റ് ഓഫ് 9 സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ, 9 സെന്റിമീറ്റർ പെർ സെക്കൻഡ്, 9 സെക്കൻഡ് പെർ സെന്റിമീറ്റർ, 9 സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഗ്രാവിറ്റി പറഞ്ഞോളൂ. പോയ്സെ ഹാസ് ദ യൂണിറ്റ് ഓഫ്. Yes, option D is your correct answer. Next question. In which of the following units is kinematic viscosity represented? Kinematic viscosity represent ചെയ്യുന്ന യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൈനമാറ്റിക് ആണ്. ഓപ്ഷൻ എ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ, ഓപ്ഷൻ സി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്, ഓപ്ഷൻ ഡി ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. ഡി പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദ ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് കൈനമാറ്റിക്, ഡൈനാമിക് വിസ്കോസിറ്റി അല്ല, കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. അപ്പം ഓപ്ഷൻ എ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വിസ്കോസിറ്റി വരുമ്പോഴത്തേക്ക് കൈനമാറ്റിക് ആണോ ഡൈനാമിക് ആണോ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ പോയി എഴുതാൻ നിൽക്കാതെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വെദർ ഇറ്റ് ഇസ് ആസ്ക്ഡ് അബൌട്ട് കൈനമാറ്റിക് ഓർ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, സ്റ്റോക്ക് കറക്റ്റ്. A fluid which has shear stress is proportional to the rate of shear strain is called as. Option A ideal fluid, real fluid, non-Newtonian fluid, ideal plastic fluid. A fluid which has shear stress is proportional to the rate of shear strain. Option A ആണ് എല്ലാവരും പറയുന്നത്. B real fluid. A ഐഡിയൽ ഫ്ലൂയിഡ്. ഐഡിയൽ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഇത് എല്ലാവർക്കും തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവർക്കും മിക്കവാറും തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരാൾ പോലും ഇതുവരെയും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എല്ലാവർക്കും തെറ്റും. ഫസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പം എല്ലാവർക്കും ഇത് നെഗറ്റീവ് ആയി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. അതായത് ഒരിക്കലും ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മുടെ യെസ് നന്ദു മാത്രമാണ് കറക്റ്റ് ആൻസർ. ഒരാളെങ്കിലും പറഞ്ഞു ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. യെസ്, വിപിൻ പറഞ്ഞു, രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും ആൻസർ തെറ്റിപ്പോയി. ഒന്നുമില്ല, അത് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റാൻ സാധ്യതയുണ്ട്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എങ്ങനെയാണ് കറക്റ്റ് ആവുക? ഷീന, അത് അത്രയും പോലും നമ്മൾ മാച്ച് ചെയ്യാത്ത ഒരു ആൻസർ ആണ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിന് വിസ്കോസിറ്റി ഉണ്ടാവത്തില്ല. ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആയിരിക്കും, നോൺ വിസ്കസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് മാത്രമാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ റിയൽ ടൈം അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമുക്ക് ഒരു ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ് ഒരെണ്ണത്തിന് കാണിക്കാൻ പറ്റത്തില്ല.
രണ്ടാമത്തത് റിയൽ ഫ്ലൂയിഡ് ആണ്. റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി കാണുന്ന എല്ലാ, അതായത് നമുക്ക് വിസ്കോസിറ്റി ഉള്ളത്, കംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡിനെല്ലാം തന്നെ നമ്മൾ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഇനി ന്യൂട്ടോണിയൻ, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആസ് യു ഓൾ നോ നമുക്ക് ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലാത്തതിനെയാണ് നമ്മൾ, അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത തരത്തിലുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ റിയൽ ഫ്ലൂയിഡ് അല്ല, ബിക്കോസ് ന്യൂട്ടോണിയൻ മാത്രം അല്ല. യെസ്, റിയൽ ഫ്ലൂയിഡ് എന്തായാലും ആൻസർ വരത്തില്ല. അതെ, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഫോളോ ചെയ്യുന്നില്ല. ലാസ്റ്റ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ആണ്. ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിന് പ്രൊപ്പോർഷണൽ ആയിട്ട് മാറും. ഇനി ഈ ഐഡിയൽ ഫ്ലൂയിഡിനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യനും കൂടെ വരുന്ന സ്ലൈഡിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മൾ പക്ഷെ ചിന്തിക്കത്തില്ല. നമ്മൾ ഈ ഒരു ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ആൻസറിൽ എത്താൻ വേണ്ടിയിട്ട് വേഗം പോകുന്നതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നമ്മൾ പഠിച്ച ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ആ ക്വസ്റ്റിനെ കൊണ്ടുവന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പൊ നമുക്ക് തെറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സർഫസ് ടെൻഷൻ ഫോർ ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഇസ്, പറഞ്ഞോളൂ. സർഫസ് ടെൻഷൻ ഫോർ ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ 1, ഇൻഫിനിറ്റി 0. ഐഡിയൽ ഫ്ലൂയിഡ് ആണ്. യെസ്, ആൻസർ പറഞ്ഞോളൂ. നന്ദു കറക്റ്റ് ആണ്. സീറോ ആണ്. ഐഡിയൽ ഫ്ലൂയിഡിന് സർഫസ് ടെൻഷൻ ഉണ്ടാവത്തില്ല. സർഫസ് ടെൻഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ്. എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഗേജ് പ്രഷർ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓൺ ദ സ്കെയിൽ ഇസ് മാർക്ക്ഡ് ആസ്. ഗേജ് പ്രഷറിനകത്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയില്ല? 10, 1, 0, 100. ഇതൊന്നും തെറ്റേണ്ട ആവശ്യമില്ല. ആരും തെറ്റിക്കരുത്. യെസ്, ഓപ്ഷൻ തെറ്റിക്കരുതെന്ന് പറഞ്ഞ് തെറ്റിച്ചല്ലോ. ഓപ്ഷൻ ഡി പറയുന്നുണ്ടല്ലോ കുറെ ആൾക്കാർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷറിൽ, അബ്സല്യൂട്ട് പ്രഷറിലൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. ഗേജ് പ്രഷർ, ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓൺ ദ സ്കെയിൽ ഇസ് മാർക്ക്ഡ് ആസ്. ഓപ്ഷൻ സി 0 ഇസ് ദ കറക്റ്റ് ആൻസർ. തെറ്റിക്കരുത്, 0 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരോമീറ്റർ. ബാരോമീറ്ററിന്റെ സഹായത്തോടെ മെഷർ ചെയ്യുന്നത് എന്താണ്? വെലോസിറ്റി, ഡിസ്ചാർജ്, പ്രഷർ, സർഫസ് ടെൻഷൻ. യെസ്, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ. യെസ്, ഓപ്ഷൻ സി പ്രഷർ അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നും ചോദിക്കാറുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഇതുവരെ പറയാത്ത ആൾക്കാരൊക്കെ ആൻസർ പറയുന്നുണ്ട്. പേര് ഞാൻ ഇത്രയും നേരം ചാറ്റ് നോക്കിയിട്ട് കാണാത്ത ആൾക്കാരൊക്കെ ഇതിനകത്ത് ആൻസർ പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ ദ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇസ് സെയിം ഇൻ ഓൾ ദ ഡയറക്ഷൻ. ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഗിവൺ ബൈ. അതായത് നമുക്കൊരു ഫ്ലൂയിഡ്, റസ്റ്റിലുള്ള ഒരു ഫ്ലൂയിഡിൽ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റുകളിലെ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് അറ്റ് എനി പോയിന്റ് എടുത്താൽ, നമ്മുടെ പേസ്റ്റ് ഒക്കെ എടുത്ത് എക്സാമ്പിൾ പറയാറുണ്ട്, ഇവിടുത്തെ പ്രഷർ ഇവിടുത്തെ ഈക്വൽ ആയിരിക്കും. അത് ഏത് ലോ ആണ്? ന്യൂട്ടൺസ് ലോ ഒക്കെ പറയുന്നുണ്ടല്ലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ന്യൂട്ടൺസ് ലോ, പാസ്കൽസ് ലോ. ഇത് പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആട്ടോ. തെറ്റി ആരൊക്കെയോ സി പറഞ്ഞിട്ടുണ്ട്. ന്യൂട്ടൺസ് ലോ ഒന്നും അല്ല. ഓപ്ഷൻ ഡി പാസ്കൽ. ടൈപ്പ് ചെയ്ത എറർ ആയിരിക്കാന്ന് വിചാരിക്കുന്നത്. ഒരാൾ മാത്രം കണ്ട തെറ്റ് പറഞ്ഞു. ശ്രീനാഥ് സി പറയുന്നു ന്യൂട്ടൺസ് ലോ. തെറ്റിപ്പോയതാണോ അതോ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആസ് സച്ച് നമ്മുടെ പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി. ലക്ഷ്മി, അശ്വതി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആദിത്യ, ആൻസി, ശ്രീനാഥ്, ജ്യോതി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആൻസർ. ആര്യ എല്ലാവരും കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് വാട്ട്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ എ എനർജി, ഓപ്ഷൻ ബി മാസ്, ഓപ്ഷൻ സി മൊമെന്റം, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. യെസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അതായത് നമ്മൾ എത്ര മാസ് ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പിനുള്ളിൽ എത്ര മാസ് കടന്നു പോകുന്നു അത്രയും തന്നെ പുറത്തേക്ക് പോകും. അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അല്ലെങ്കിൽ ഒരു സെക്ഷനിലുള്ള ഏരിയ ഇൻറ്റു വെലോസിറ്റി, ഡിസ്ചാർജ് വിൽ ബി ഈക്വൽ. അതാണ്. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരമുള്ള ആ ഒരു പർട്ടിക്കുലർ ലോയോ ഇക്വേഷനോ വല്ലതും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യും. ഓപ്ഷൻ എ പ്രകാരമുള്ളവർ. യെസ്, എനർജി എന്ന് പറയുന്നത് ബെർണോളിസ് തിയറം.
ഇനി വേറൊരാളും കൂടി ഉണ്ട്, ഇവിടെ നന്ദു പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഫുൾ നന്ദു ടൈപ്പ് ചെയ്തൊക്കെ വിട്ടിട്ടുണ്ട്. കണ്ടിന്യൂറ്റി മൊമെന്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്ന ഓയിലേഴ്സ് തിയറം ആണ് കേട്ടോ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം കീപ്പ് ചെയ്യുന്നത് ഓയിലേഴ്സ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എനർജി പറഞ്ഞു, മാസ് പറഞ്ഞു, മൊമെന്റം പറഞ്ഞു. ഇത് മൂന്നും ചോദിക്കാറുള്ളതാ കേട്ടോ. നേവിയസ് മാം, ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ 0 ഇട്ടത്. ഓക്കെ 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 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഇൻ വിച്ച് ഫ്ലോ ആൻഡ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം ഇസ് കോൾഡ് ആസ്. ടൈം അറ്റ് ഗിവൺ ലൊക്കേഷൻ ഇസ് കോൾഡ് ആസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, ടൈപ്പ് ഓഫ് ഫ്ലോയിൽ നിന്ന് ചോദിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഇൻ വിച്ച് ഫ്ലോ ആൻഡ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. നമ്മുടെ ഫ്ലോയും ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഒന്നും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഏതാണ്? ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ. ഓപ്ഷൻ സി, യെസ്, സ്റ്റഡി ഫ്ലോ ആണ് കറക്റ്റ് ആൻസർ. വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആണ്. ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ അൺസ്റ്റഡി ആണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ്, ഫ്ലോ പ്രോപ്പർട്ടീസ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പേസിൽ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? യൂണിഫോം ഫ്ലോ ആണ്. ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ യൂണിഫോം ഫ്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കേസ് ഓഫ് എ സ്റ്റഡി യൂണിഫോം ഫ്ലൂയിഡ് ഫ്ലോ ദ ആക്സിലറേഷൻ ഇസ്. In case of a steady uniform flow of a fluid, steady uniform flow ആണ് acceleration value. Option A 0, option B 1, option C infinity, option D any value greater than 1. Yes, option A. എന്താണ് കാര്യം? നമുക്ക് പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ മാത്രമേ അവിടെ എന്തുണ്ടോ? ആക്സലറേഷൻ ഉള്ളൂ. അതുകൊണ്ട് ആക്സലറേഷന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഇസ് 0. 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The gap or margin of height between full supply level and the top of a bank is called as. Freeboard, dowel, inspection roadway, berm. Gap or margin height between full supply level. Full supply level ബാങ്ക് ടോപ്പ്, ആ ഒരു ബാങ്ക് ടോപ്പിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിന് എന്ത് പറയും? സിമ്പിൾ ആണ്, ഫ്രീ ബോർഡ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഇറ്റ് ഇസ് ഫ്രീ ബോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ എ കനാൽ ഫ്ലോയിങ് അണ്ടർ പ്രഷർ ഇസ് ക്യാരിഡ് ബിലോ എ നാച്ചുറൽ ഡ്രെയിനേജ് such that its full supply level does not touch the underside of the supporting structure, the structure so provided is called. ഒന്നുകൂടെ വായിക്കാം. When a canal flowing under pressure, ഒരു കനാൽ പ്രഷറിൽ ഒഴുകാണ്, is carried below a natural drainage, ഒരു ഡ്രെയിനേജിന്റെ താഴെയാണ് കൊണ്ടുപോകുന്നത്. Such that, പ്രത്യേകത എന്താണ്? Full supply level does not touch the underside of the supporting structure. ഇതിന്റെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ടിംഗ് സ്ട്രക്ചറിന്റെ അണ്ടർസൈഡ് ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ ദ സ്ട്രക്ചർ സോ പ്രൊവൈഡഡ് ഇസ് കോൾഡ് ആസ്. എല്ലാവരും പറയുന്നുണ്ട്. ഓപ്ഷൻ സി സൂപ്പർ പാസേജ് ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ആണ്. സൂപ്പർ പാസേജിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമുക്ക് ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ തന്നെ, വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കനാൽ ഇസ് ക്യാരിഡ് ബിലോ നാച്ചുറൽ ഡ്രെയിനേജ്. നാച്ചുറൽ ഡ്രെയിനേജിന്റെ താഴെ കൂടാണ് പറഞ്ഞത്. നമുക്ക് കനാൽ ഓവർ ഡ്രെയിനേജ് വന്നാലാണ് ഇറ്റ് ഇസ് അക്യുഡക്റ്റ്. COD എന്ന് ഓർത്ത് വെച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും പറയുന്നതാണ്. സൂപ്പർ പാസേജ് നേരെ തിരിച്ചു. അപ്പൊ ഇത് ഒരെണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി സൂപ്പർ പാസേജ്. Next question. A brick which is laid with width parallel to the front direction of the wall. Width നമ്മുടെ വാളിന്റെ ഫ്രണ്ട് ഡയറക്ഷന് പാരലൽ ആയിട്ട് വെച്ച് നമ്മൾ ബ്രിക്ക് ലേ ചെയ്യുന്നതിന് എന്ത് പറയും? സ്ട്രക്ചർ, ഹ്യൂൻ, ഹെഡർ, ബോൺ ലെങ്ത്. A brick laid with width parallel to the front direction of wall. Width ആണ് കേട്ടോ. Width front direction of the wall വെച്ച് കഴിഞ്ഞാൽ യെസ്, ഓപ്ഷൻ സി ഹെഡർ ആണ് കറക്റ്റ് ആൻസർ.
വിട്ടല്ലേ നമ്മൾ വെച്ച് കൊടുക്കുന്നത്, ഇങ്ങനെ ഫ്രണ്ട് ഡയറക്ഷൻ. അപ്പൊ അതിന് നമ്മൾ ഹെഡർ എന്ന് പറയും. Next question. The maximum quantity of calcium chloride used as an accelerator in cement in percentage by weight of cement is. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതായിരുന്നു. നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് കെമിക്കൽസ്, ഒന്ന് കാൽസ്യം ക്ലോറൈഡും ഒന്ന് ജിപ്സം. ജിപ്സം റിട്ടാർഡ് ചെയ്യുന്നു, കാൽസ്യം ക്ലോറൈഡ് ആക്സിലറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേറ്റർ ആയിട്ട് സിമെന്റിൽ കാൽസ്യം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് സിമെന്റ് ആയിരിക്കണം? 1, 2, 3, 4. 1 പറയുന്നുണ്ട്, 2 പറയുന്നുണ്ട്, 3 പറയുന്നുണ്ട്, 4 മാത്രം ആരും പറഞ്ഞില്ല. ടു, 3, സി, ബി. ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 2 ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ പുതിയ ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് കാൽസ്യം ക്ലോറൈഡ് യൂസ്ഡ് ആസ് ആൻ ആക്സിലറേറ്റർ ഇൻ സിമെന്റ് ഇൻ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് ദ സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജിപ്സം കൺസിസ്റ്റ് ഓഫ്, ജിപ്സത്തിനകത്ത് എന്തൊക്കെയാണുള്ളത്? H2S and CO2, CaSO4 and water, lime and water, carbon dioxide and calcium. റിസ്നയുടെ സ്റ്റഡി ഒക്കെ ഇപ്പോഴാണ് വരിക ആൻസർ, കുറേ മുന്നേ ടൈപ്പ് ചെയ്ത വല്ലതുമായിരിക്കും. കാൽസ്യം സൾഫേറ്റ് നമുക്കറിയാം, CaSO4. എന്താണ് നമ്മുടെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്? CaSO4 twice H2O. ഇതാണ് നമ്മുടെ ജിപ്സം എന്ന് പറയുന്നത്. ചിലപ്പോൾ കെമിക്കൽ ഫോർമുലയും വേണം ചോദിക്കാം, അതുകൊണ്ടൊന്ന് അറിഞ്ഞിരുന്നോളൂ. ഇറ്റ് ഈസ് ജിപ്സം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The diameter, gross diameter of a 14 mm nominal diameter of rivet is. The gross diameter of a 14 mm nominal diameter of rivet is. Option A 15.5, option B 16, option C 16.5, option D none. കമന്റ് ചെയ്തോളൂ. യെസ്, 16 ആരാ പറയുന്നത്? 16 അല്ല, 15.5 ആണ്. 25 mm താഴെയാണ് ഡയാമീറ്റർ, ഗ്രോസ് ഡയമീറ്റർ എങ്കിൽ നമ്മൾ നോമിനൽ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും? പ്ലസ് 1.5 കൊടുക്കും. ഇനി 25 mm ഗ്രേറ്റർ ആണെങ്കിൽ പ്ലസ് 2 കൊടുക്കും. 14 mm which is greater than 25, sorry, less than 25 mm, so 14 plus 1.5 which will be equal to 15.5 mm. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1.5 plus 1.5. Okay. Next question. The ratio of allowable bond stress in plain bars to that of deformed bars. ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ. The ratio of allowable bond stress in plain bars to that of deformed bars is about. ഇതിന് ഓപ്ഷൻ ഇല്ല, ഇതിന്റെ വാല്യൂ നിങ്ങൾ ടൈപ്പ് ചെയ്ത് പറഞ്ഞാൽ മതി. ഫ്രീ ബോർഡൊക്കെ ആൻസർ ഒത്തിരി വൈകിയാണല്ലോ. ഫ്രീ ബോർഡൊക്കെ ഒത്തിരി മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിപ്പോയി. യെസ്, 1/1.6 എന്ന് പറഞ്ഞാൽ പോലെ അതിന്റെ വാല്യൂ അറിയണം. വാല്യൂ ആണ് അറിയേണ്ടത്. ഫിജിൻ ആൻസർ പറഞ്ഞോളൂ. 0.625, 50%. 1.6 ഒക്കെ എന്താണ്? The ratio of allowable bond stress in plain bars to that of deformed bars. Allowable bond stress ഞാൻ ടൗ ആയിട്ട് എടുക്കുകയാണ്. പ്ലെയിൻ ബാസിന് നമുക്ക് ടൗ ആണ് ടേബിളിൽ നിന്ന് കിട്ടും. ഡിഫോംഡ് ബാസ് ആണെങ്കിൽ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യണമെന്നാണ്? ഇറ്റ് ഇസ് ഇൻക്രീസ് ബൈ 60%, ദാറ്റ് ഇസ് 1.6 ടൗ. സോ 1/1.6, 10/60. ഇപ്പൊ എത്ര വരും? 6 8 45, 0.625. റേഷ്യോ എന്ന് പറയുന്നത്.
Okay, next question നോക്കാം. The minimum cover in the slab should neither be less than the diameter of the bar nor less than. സ്ലാബിലെ മിനിമം കവർ ആണ് ചോദിക്കുന്നത്. എത്രയാണ്? Should not be less than the diameter of the bar അല്ലെങ്കിൽ not less than. Yes, option C 20 mm. 25 mm ആരുടെയാണ്? ഡി അല്ല, 25 mm ആരുടെയാണ്? 25 mm കവർ എന്ന് പറയുന്നത്. യെസ്, ഇറ്റ് ഇസ് ബീംസ്. ബീമാണ്. കോളം 40 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോയ്സൺസ് റേഷ്യോസ് ഡിഫൈൻഡ് ആസ് longitudinal strain by lateral strain, lateral strain by longitudinal strain, lateral strain into longitudinal strain, half into lateral strain into longitudinal strain. Yes, option B lateral strain by longitudinal strain. Correct answer ആണ്. Next question. For simply supported beams, the allowable deflection shall not exceed. വേഗം പറഞ്ഞോളൂ ആൻസർ. നമുക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 ക്വസ്റ്റ്യൻ ഫുൾ എത്തത്തില്ല. 59 സ്ലൈഡ് ഉണ്ട്. നമുക്കൊരു 50 എങ്കിലും അറ്റ്ലീസ്റ്റ് ആക്കിയിട്ട് നിർത്താം. പറഞ്ഞോളൂ. For simply supported beams, the allowable deflection shall not exceed 1/325 of the span, 1/350, 1/375, 1/400. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1/325 ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല ഒന്നും കേട്ടോ. അപ്പൊ അത് കാരണം ഓപ്ഷൻ എ ആണ്, സോറി ഓപ്ഷൻ ബി 1/350 ഓഫ് ദ സ്പാൻ ആണ് നമ്മുടെ ആൻസർ കീയിൽ പറഞ്ഞിട്ടുള്ളത്. സിംപ്ലി സപ്പോർട്ട് അലവബിൾ ഡിഫ്ലക്ഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ 1/350 ആണ് ആൻസർ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആ രണ്ട് കാര്യങ്ങൾ. നമുക്ക് രണ്ട് കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷൻ, ഫൈനൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നോർമൽ കേസിൽ പറയുകയാണെങ്കിൽ സ്പാൻ ബൈ 250, സ്പാൻ ബൈ 350 ആണുള്ളത്. 325 നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന് 250, 350 ആണ്. 250 ഓപ്ഷനിലില്ല, അതുകൊണ്ട് യു ക്യാൻ ഗോ ഫോർ 350 അല്ലോ. നിങ്ങൾ എന്താ ഈ 325? എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റീലിന്റെ വെച്ചിട്ട് എങ്ങനെ ആവും പറഞ്ഞത്. സ്റ്റീലും 360ഉം 300ഉം ആണുള്ളത്. എന്താണ് നിങ്ങൾ ഐ ഡോണ്ട് നോ 325ലേക്ക് പോയ എന്താണെന്ന് അറിയത്തില്ല. കുറെ പേരും എ പറയുന്നുണ്ട്. ഇപ്പോഴും എ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ്. ആലോചിക്കുക, നമുക്ക് രണ്ട് കേസാണ് വരിക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മുടെ ഒരു കാസ്റ്റ് ലെവലിൽ മെഷർ ചെയ്യുന്ന ഫൈനൽ ഡിഫ്ലക്ഷൻ. രണ്ടാമത്തത് സ്റ്റീലും എന്നാലും എത്ര വരും നമുക്ക്? 360 അല്ലേ വരിക? 300. ഓക്കെ സിംപ്ലി സപ്പോർട്ട് ബി. ഓക്കെ 325 എന്തായാലും 325 വരത്തില്ലല്ലോ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് രണ്ടെണ്ണമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ലെവലിൽ മെഷർ ചെയ്യും. നോർമലി നമ്മുടെ ഒരു കാസ്റ്റ് ലെവലിൽ ടെമ്പറേച്ചർ, സ്ക്രീപ്പ്, ഷ്രിങ്കേജ് ഒക്കെ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വരേണ്ടത് സ്പാൻ ബൈ 250 ആണ്. ഇനി അതല്ല നമ്മുടെ അതായത് നമ്മുടെ പാർട്ടീഷൻ വർക്കും ഫിനിഷിംഗ് വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാൻ ബൈ 350 ഓർ 20 mm വിച്ച് എവർ ഇസ് ലെസ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ എയ്ക്കൊക്കെ ചോദിച്ചതാണ്. എ എക്സാമിന് നമുക്ക് ഇതിൽ നിന്ന് അതേപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ഓവർസിയറിനോ എയ്ക്കോ ഒക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. ഏതെങ്കിലുമൊക്കെ എക്സാമിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് കർവ് അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് എ കാൻഡിലീവർ ഓഫ് സ്പാൻ എൽ, ഫ്ലെക്സുറൽ റിജിഡിറ്റി EI ആൻഡ് സബ്ജക്റ്റഡ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇന്റൻസിറ്റി W. ഇലാസ്റ്റിക് കർവ്. Expression for elastic curve at the free end of a cantilever beam of span L, flexural rigidity EI and subjected to UDL. UDL ഇങ്ങനെ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, യെസ്, എക്സാം മാറ്റിയിട്ടുണ്ട്. November 21st മാറ്റിയിട്ടുണ്ട്. അത് ഒന്നുമില്ല, സ്കൂൾസ് ഒക്കെ റീഓപ്പൺ ചെയ്യുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് സ്കൂളിന്റെ അവൈലബിലിറ്റി വെച്ചിട്ട് അവരൊന്ന് ടൈം ടേബിൾ റീഅറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ് കുറച്ച് ചേഞ്ച് വന്നത്. വേറൊരു എക്സാമും നമുക്ക് മാറ്റത്തില്ല, വേറൊരു എക്സാമും മാറ്റാനൊരു സാധ്യതയില്ല കേട്ടോ. ഓക്കെ, പറഞ്ഞോളൂ. അപ്പൊ ഇതിന് ആൻസർ പറഞ്ഞോളൂ. UDL ആണ്. നമുക്ക് കോൺസെൻട്രേറ്റഡ് ലോഡ് കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ഇതിന്റെ കറക്റ്റ് ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാണ് കേട്ടോ. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾ ഇന്നലത്തെ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓപ്ഷൻ സി WL/4/8 EI ആണ് ഓപ്ഷൻ സി.
Next question, if the whole circle bearing is 315 degree 20 minute, its quadrantal bearing will be. Whole circle bearing നമുക്ക് തന്നിട്ടുണ്ട് 315 degree 20 minutes ആണ്. അങ്ങനെയാണെങ്കിൽ quadrantal bearing എത്രയാണ്? Yes, option B, 360 മൈനസ് ചെയ്തെടുത്താൽ മതി. 360 മൈനസ് 315 ഡിഗ്രി 20 മിനിറ്റ് നോർത്ത് വെസ്റ്റ് ആണ് വരിക, ബിക്കോസ് നമുക്ക് ഫോർത്ത് ക്വാർട്ടറിലാണ് വരിക. സോ എൻ 40 നോർത്ത് 44 ഡിഗ്രി 40 മിനിറ്റ് വെസ്റ്റ്. ഓപ്ഷൻ ബി. Next question, the process of determining the location of the station on map occupied by the plane table is called as. വേഗം പറഞ്ഞോളൂ. ഇന്റർസെക്ഷൻ, 3 point പ്രോബ്ലം, ട്രാവേഴ്സിംഗ്, റിസെക്ഷൻ. ഓൾറെഡി നമ്മൾ ഒരു സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, റിസെക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. റിസെക്ഷൻ. ഇൻഅക്സസിബിൾ പോയിന്റ്സ് നമ്മൾ പ്ലെയിൻ ടേബിൾ സർവേ ഏത് പ്രോസസ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്? ഇൻഅക്സസിബിൾ പോയിന്റ്സ്. ഈ റിസ്നയുടെ കമന്റ് കുറെ ലേറ്റ് ആയിട്ടാട്ടോ വരുന്നത്. ഇഷ്യൂ ആയിരിക്കാം. ഇത് പറയൂ, നിങ്ങൾ ഇതോട് പറയൂ വേഗം. യെസ്, ഇന്റർസെക്ഷൻ. Next question, in a solution of the 3 point problem in plane table surveying, the converging error is attained through. നമുക്ക് ആ ഒരു എറർ ചുരുങ്ങി ഒരു പോയിന്റിലേക്ക് വരുമല്ലോ. 3 point പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നത് കോൺസൈക്ലിക് കൺസെപ്റ്റ്, ബെസൽ മെത്തേഡ്, ട്രയാംഗിൾ ഓഫ് എറർ, ട്രേസിംഗ് പേപ്പർ മെത്തേഡ്. ബെസൽസ് മെത്തേഡോ? ഓപ്ഷൻ സി, ട്രയാംഗിൾ ഓഫ് എറർ അല്ലേ? നമുക്ക് ശരിക്കും കൺവേർജിങ് ഓഫ് എറർ, അതായത് എറർ കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് വരണം. നമുക്കൊരു ട്രയാംഗിൾ ഓഫ് എറർ ഉണ്ടാവും, അത് ചെറുതായി ആണ് വരേണ്ടത്. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി, ട്രയാംഗിൾ ഓഫ് എറർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് ഓർഡർ ഫോർ ഇൻക്രീസിംഗ് വിഡ്ത്ത് ഓഫ് റെയിൽവേ ഗേജ്? റെയിൽവേ ഗേജിന്റെ ഇൻക്രീസിംഗ് വിഡ്ത്തിൽ കറക്റ്റ് ഓർഡർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞോളൂ, വേഗം കമന്റ് ചെയ്തോളൂ ആൻസർ. ടൈം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ലൈറ്റ് ഗേജ് ലെസ് ദാൻ നാരോ ഗേജ് ലെസ് ദാൻ മീറ്റർ ഗേജ് ലെസ് ദാൻ ബ്രോഡ് ഗേജ്. യെസ്, ഓപ്ഷൻ സി. അപ്പൊ ലൈറ്റ് ഗേജിന്റെ വിഡ്ത്ത് എന്ന് എല്ലാവരും പറയൂ. ലൈറ്റ് ഗേജ് എത്ര വരിക? 0.610 മീറ്റർ. നെക്സ്റ്റ് നാരോ ഗേജ് എത്ര? 0.762 മീറ്റർ. മീറ്റർ ഗേജ് 1 മീറ്റർ, 1.676 മീറ്റർ. ഓക്കെ, അപ്പൊ ഈ വാല്യൂസും കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗേജ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ ടു സെന്റർ ഓഫ് റെയിൽസ്, റണ്ണിംഗ് ഫേസസ് ഓഫ് റെയിൽസ്, ഔട്ടർ ഫേസസ് ഓഫ് റെയിൽസ്, നൺ ഓഫ് ദീസ്. ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്? സെന്റർ ടു സെന്റർ ഓഫ് റെയിൽ ആണോ, റണ്ണിംഗ് ഫേസ് ഓഫ് റെയിൽസ് ആണോ, ഔട്ടർ ഫേസസ് ഓഫ് റെയിൽസ് ആണോ, നൺ ആണോ? യെസ്, ഓപ്ഷൻ ബി, റണ്ണിംഗ് ഫേസസ് ഓഫ് റെയിൽ. ഇതും എ എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ ഡിപ്ലോമ ലെവൽ എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗേജ് എന്ന് പറഞ്ഞാൽ സെന്റർ ടു സെന്റർ ഒന്നും എഴുതരുത്, റണ്ണിംഗ് ഫേസസ് ഓഫ് ദ റെയിൽ, റെയിലിന്റെ റണ്ണിംഗ് ഫേസസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഗേജ് എന്ന് പറയുന്നത്. ഗേജിന്റെ വാല്യൂസ് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ് ഇസ് one which satisfies continuity equation, one which flows with least friction, one which obeys Newton's law of viscosity, frictionless and incompressible. യെസ്, ഓപ്ഷൻ ഡി. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻലെസ് ആയിരിക്കും, ഇൻകംപ്രസിബിൾ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. Okay, next question. In the centerline method of working out volumes for cross walls, what deduction must be made from the centerline length at each junction?
അതായത് നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ് എടുത്ത് വോളിയം എസ്റ്റിമേഷൻ നടത്തുമല്ലോ. അപ്പൊ ക്രോസ് വോൾസിന് വേണ്ടി എന്ത് ഡിഡക്ഷൻ ആണ് നമ്മൾ നടത്തേണ്ടത്? ഓപ്ഷൻ എ ട്വൈസ് ദ ബ്രെഡ്, തിക്നെസ് ഓഫ് വോൾ 1.5 ബ്രെഡ്, ഹാഫ് ദ തിക്നെസ്. ക്രോസ് വോൾ ആണ് കേട്ടോ ചോദിക്കുന്നത്. ക്രോസ് വോൾ. യെസ്, ക്രോസ് വോളിന്റെ ആൻസർ എന്താ വരും? ഇതെന്താ ക്രോസ് വോൾ ആണ് ചോദിക്കുന്നത് കേട്ടോ. ബി, യെസ്, തിക്നെസ് ഓഫ് ദ വോൾ ആണ് കറക്റ്റ് ആൻസർ. ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് സെൻട്രൽ ലൈൻ മെത്തേഡിനകത്ത് ഫസ്റ്റ് ഒരു എൽ ജംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലിൽ നമുക്ക് നോ ഡിഡക്ഷൻ ആണ്, ഒരു ഡിഡക്ഷനും വരുത്തണ്ട. ടി വരുവാണെങ്കിൽ ഹാഫ് ആൻഡ് ക്രോസ് വരുവാണെങ്കിൽ ഫുൾ തിക്നെസ്സും ഡിഡക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എവർ കളർ വാഷിംഗ്. ഓക്കെ, നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഒത്തിരി നീണ്ടുപോകും. അടുത്ത സെഷനിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഞാൻ എന്നിട്ട് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തതാണ്. ഓക്കെ, സോ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് സെഷൻ.